ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, യൂത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് സിജിൽ ഖാൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത KAGയുടെ പ്രസിഡന്റ് ഷെരീഫ് സാഹിബ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റമദാൻ അതിൻ്റെ പാതി പിന്നിടുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തിന് പ്രത്യേകമായി സംവിധാനിച്ച മാസമാണ് റമദാൻ എന്നത് നമുക്കറിയാം. ലോകത്താകമാനമുള്ള മുഴുവൻ വിശ്വാസികളും റമദാനിലാണുള്ളത്. ആത്മീയമായ ഒരു തിളക്കം, ആത്മീയമായ ഒരു ആഘോഷം, ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം ലോകമെങ്ങും കൊണ്ടാടുന്ന സന്ദർഭത്തിലാണ്. അതിൻ്റെ ഒരു അന്തരീക്ഷം ലോകമെങ്ങുമുള്ള വിശ്വാസി സമൂഹത്തിനിടയിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരമൊരു അന്തരീക്ഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ റമദാൻ അതിൻ്റെ പാതി പിന്നിടാനിരിക്കുന്ന സന്ദർഭത്തിൽ ഇനി നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നത് ഈ പുണ്യമാക്കപ്പെട്ട ഈ സവിശേഷമായ മാസത്തിൻ്റെ ഒരു പാതി മാത്രമാണ്. കഴിഞ്ഞ പാതി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത് എന്നതിനെക്കുറിച്ച് ആത്മവിചിന്തനം നടത്തേണ്ടുന്ന സന്ദർഭമാണിത്. റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് പലതരത്തിലുള്ള കണക്കുകൂട്ടലുകൾ ഉണ്ടായിരിക്കും. പലതരം തീരുമാനങ്ങളുമായിട്ടായിരിക്കും നാം ഈ റമദാനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവുക. പല അമലുകൾ ചെയ്യണം, സുന്നത്തായ അമലുകൾ ധാരാളം വർദ്ധിപ്പിക്കണം, നമ്മളുടെ സ്വതക്കകളെക്കുറിച്ച്, നമ്മളുടെ ഖുർആൻ പാരായണത്തെക്കുറിച്ച്, നമ്മളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചൊക്കെ ധാരാളം തീരുമാനങ്ങളുമായിട്ടായിരിക്കും നാം റമദാനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവുക. ആ നമുക്കുണ്ടായിരുന്ന റമദാനെ കുറിച്ച് നമുക്കുണ്ടായിരുന്ന അത്തരം തീരുമാനങ്ങളും സങ്കല്പങ്ങളും ഒക്കെ എവിടെ എത്തി എന്നതിനെ കുറിച്ച് ഇഹ്തിസാബ് നടത്തേണ്ടുന്ന, വിചാരണ നടത്തേണ്ടുന്ന, ആലോചന നടത്തേണ്ടുന്ന സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴിത്. കാരണം ആ സമയത്തിന്റെ പാതി പിന്നിടാനിരിക്കുകയാണ് ഇപ്പോൾ. റസൂലിന്റെ ജീവിതത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം നാം പലരും കേട്ടതായിരിക്കും. രണ്ടാളുകൾ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അതിൽ ഒരാൾ യോദ്ധാവാണ്, ഒരാൾ സാധാരണക്കാരനാണ്. അവർ റസൂലിന്റെ സന്നിധിയിൽ നിന്ന് തിരിച്ചു പോയതിനു ശേഷം പിന്നീട് നടന്ന ഒരു യുദ്ധത്തിൽ ആ യോദ്ധാവായ ഒരാൾ ഷഹാദത്ത് വരിക്കുന്നു. രണ്ടാമത്തെ ആൾ ഒരു വർഷം പിന്നിട്ട ശേഷം വളരെ സ്വാഭാവികമായി മരിക്കുന്നു. മഹാനായ സ്വഹാബി ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ കവാടത്തിലുണ്ട്. സ്വർഗത്തിന്റെ കവാടത്തിൽ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിലയുറപ്പിക്കുമ്പോൾ
സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ വളരെ സ്വാഭാവികമായി മരിച്ച ഈ സ്വഹാബിയെ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഷഹാദത്ത് വരിച്ച സ്വഹാബി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനോട് മലക്കുകൾ അവിടെ നിന്ന് പോകാൻ പറയുന്നു. അദ്ദേഹത്തിന്റെ സമയമായിട്ടില്ല, സ്വപ്നമാണ്. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ത്വൽഹാ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നത്തെ കുറിച്ച് സ്വഹാബാക്കളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ സ്വഹാബത്തിന് വലിയ അത്ഭുതമായി. ഷഹാദത്ത് വരിച്ച ഒരാളെക്കാൾ മുമ്പ് സ്വാഭാവികമായി മരണം പുൽകിയ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയോ, ഇതെന്തൊരു അത്ഭുതമാണ്. ഈ വിവരവുമായി അവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. റസൂലിനോട് സംഭവം പറഞ്ഞു. റസൂൽ അവരോട് ചോദിച്ചു, ഷഹാദത്ത് വരിച്ച ആൾക്ക് ശേഷം മരിച്ച ആൾ പിന്നീട് ഒരു വർഷം കൂടി ജീവിച്ചിരുന്നില്ലേ? അതെ, അവർ മറുപടി പറഞ്ഞു, അതെ, അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷം ജീവിച്ചിരുന്നപ്പോൾ അതിൽ ഒരു റമദാൻ കൂടി കടന്നു വന്നിരുന്നില്ലേ? അതെ, അങ്ങനെ ഒരു റമദാൻ കൂടി കടന്നു വന്നിട്ടുണ്ട്. ആ ഒരു വർഷം ഷഹാദത്ത് വരിച്ചയാളേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ, അമലു സ്വാലിഹാത്തുകൾ ഇദ്ദേഹം ചെയ്തിട്ടില്ലേ? അതെ, ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു റമദാൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളും ഒരു റമദാൻ കുറവ് ജീവിതത്തിൽ കടന്നു വന്ന ആളും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലമുണ്ട് എന്ന് ഒരു അത്ഭുതവുമില്ലാതെ, സഹാബത്തിന് വലിയ അത്ഭുതമായിരുന്ന ഒന്നിനെ വളരെ സ്വാഭാവികമായ ഒരു സംഗതിയായിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്. അഥവാ നേരത്തെ ഇവിടെ ഖിറാഅത്തിന്റെ സന്ദർഭത്തിൽ ഓതി വെച്ച ആയത്തുണ്ട്, മാലിഹാദൽ കിതാബ്. നാളെ പരലോകത്ത് നമ്മളെയൊക്കെ വിചാരണാ സന്ദർഭത്തിൽ എല്ലാവരുടെയും ഇടത് കരങ്ങളിലും വലത് കരങ്ങളിലും പുസ്തകങ്ങൾ, കിതാബുകൾ ഏൽപ്പിക്കപ്പെടും. അപ്പോ ഈ ലോകത്ത് പരാജയപ്പെട്ടു പോയ ആളുകൾ, നന്മ അമലു സ്വാലിഹാത്തുകളിൽ മുന്നേറാൻ കഴിയാത്ത ആളുകൾ, തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ആളുകൾ, നാളെ രണ്ടാമതൊരു ലോകം, പരലോകം എന്ന് പറയുന്ന ഒരു ലോകം വരുമെന്ന് പ്രതീക്ഷിക്കാത്ത ആളുകൾ, അങ്ങനെ വിശ്വസിക്കാതിരുന്ന ആളുകൾ, അവരുടെ ഇടത് കരങ്ങളിൽ കിതാബുകൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ അവർ ചോദിക്കുന്നതാണ്, ചോദിച്ചു പോകുന്നതാണ്, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു പുസ്തകമാണ്. അഥവാ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിടുമ്പോൾ നമ്മളുടെ മുഴുവൻ അനക്കങ്ങളും, നമ്മളുടെ മുഴുവൻ വിചാരങ്ങളും, മുഴുവൻ കർമ്മങ്ങളും രേഖപ്പെടുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ഒരുക്കിയിട്ടാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. വെറുതെ ഭൂമിയിലേക്ക് അങ്ങ് പറഞ്ഞയച്ചതല്ല. ഈ ഭൂമിയിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. പരീക്ഷണമാണ് ഈ ഭൂമിയിലെ ജീവിതം. അങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുമ്പോൾ ആ മനുഷ്യന്റെ മുഴുവൻ കർമ്മങ്ങളും രേഖപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സംവിധാനം കണ്ടിട്ടുണ്ട്. ഇടത്തും വലത്തുമുള്ള മലക്കുകൾ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ മലക്കുകൾ രേഖപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഈ ഭൂമിയിലെ സകലമാന വസ്തുക്കളും ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പരലോകത്തിന്റെ വിചാരണയെ കുറിച്ച് സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്കറിയാം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ പരലോകത്തെത്തുമ്പോൾ സാധാരണഗതിയിൽ മനുഷ്യനെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, മനുഷ്യന്റെ പ്രകൃതമനുസരിച്ച് ഒരു തെറ്റ്, ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതമനുസരിച്ച് ആദ്യം ചെയ്യുക, അത് നിഷേധിക്കുകയാണ് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞിട്ട് നിർവാഹമില്ലാത്ത, നിൽക്കക്കള്ളിയില്ലാതെ ഇത് ഞാൻ നിഷേധിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് ഒരാൾക്ക് ബോധ്യമായാൽ രണ്ടാമത് മനുഷ്യൻ ചെയ്യുക അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്നതാണ്.
ഞാൻ ഇന്നാലിന്ന സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ്, അല്ലെങ്കിൽ ഇന്നിന്ന കാരണങ്ങളാൽ കൊണ്ട് ചെയ്തതാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെ നമ്മൾ അതിനെ പല വിധത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കും. എന്നാൽ നാളെ പരലോകത്തെത്തുമ്പോൾ, അള്ളാഹുവിന്റെ വിചാരണയുടെ സന്ദർഭത്തിലെത്തുമ്പോൾ, അള്ളാഹു സൂറത്തുൽ യാസീനിൽ നമ്മളോട് പറയുന്നു, വായകൾ മൂടിക്കെട്ടും. നഖ്തിമു അലാ അഫ്വാഹിഹിം. നമ്മൾ ഈ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന വായ, നിഷേധിക്കാൻ ഉപയോഗിക്കുന്ന വായ അള്ളാഹു മൂടിക്കെട്ടും. എന്നിട്ട് നമ്മുടെ കൈകാലുകൾ സംസാരിക്കും. നമ്മുടെ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷ്യം പറയുകയും ചെയ്യും. നമ്മളുടെ മുഴുവൻ അവയവങ്ങളും സംസാരിക്കും. നമ്മളുടെ സാഹചര്യങ്ങൾ നമുക്കെതിരായും അനുകൂലമായും പ്രതികൂലമായും സാക്ഷ്യം പറയും. നമ്മുടെ കിതാബുകൾ നമ്മുടെ കയ്യിലേക്ക് രേഖപ്പെടുത്തിയ കിതാബുകൾ നമ്മുടെ കയ്യിലേക്ക് വെച്ചു തരും. ഇതിനെക്കുറിച്ച് സവിസ്തരം വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായിട്ട് വിശദീകരിക്കുന്നത്, പരലോകത്തിലെ വിചാരണയെ കുറിച്ച് സവിസ്തരം പല സന്ദർഭങ്ങളിലായിട്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ നമ്മളുടെ റെക്കോർഡ് പുസ്തകം, നമ്മളുടെ ജനനം മുതൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ റെക്കോർഡ് പുസ്തകം, അത് നാളെ വിചാരണാ സന്ദർഭത്തിൽ നമ്മുടെ മുന്നിൽ ഹാജരാക്കാനുള്ളതാണ്, നമുക്കെതിരായി സാക്ഷ്യം പറയാനുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം ഒരു സന്ദർഭത്തിൽ റമദാൻ അള്ളാഹു നമുക്ക് മുന്നിൽ സംവിധാനിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനക്കങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പുസ്തകത്തെ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള അവസരം എന്ന നിലക്കാണ് റമദാനെ നമുക്ക് സംവിധാനിച്ചിരിക്കുന്നത്. ധാരാളം കുഴപ്പങ്ങൾ സംഭവിച്ചു പോയ, ധാരാളം പാകപ്പിഴവുകൾ സംഭവിച്ചു പോയ, ധാരാളം കറുത്ത കുത്തുകളുള്ള ഈ പുസ്തകത്തെ നേർവഴിയിലാക്കാനുള്ള, കറക്റ്റ് ചെയ്യാനുള്ള ഒരു ആനുവൽ പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. ഇത് എല്ലാം സ്വരുക്കൂട്ടി നമ്മൾ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഈ പാപങ്ങളുടെ ഭണ്ഡാരവുമായി നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കയറി ചെന്നാൽ നരകമായിരിക്കും വാസസ്ഥലം എന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോകുന്ന പിഴവുകളെ പൊറുപ്പിച്ചിട്ടാണ്, അങ്ങനെ അതിനെ ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ പൊറുക്കലിനെ തേടിയിട്ടാണ്, അങ്ങനെ പാപരഹിതമായ ജീവിതവുമായിട്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഓരോ അടിമയും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഓരോ അടിമയും ആഗ്രഹിക്കുമ്പോൾ, അങ്ങനെ അള്ളാഹുവിന്റെ പൊറുക്കൽ നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ സുവർണാവസരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹു തന്നെ ഒരുക്കി തന്ന റമദാനാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറുമ്പോൾ ആമീൻ പറഞ്ഞ ഒരു സന്ദർഭം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 3 തവണ ആമീൻ പറഞ്ഞു. അങ്ങനെ ഖുതുബ കഴിഞ്ഞ റസൂൽ പുറത്തിറങ്ങിയപ്പോൾ, മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് റസൂലെ താങ്കൾ ആമീൻ പറഞ്ഞത് എന്ന്. ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറയുകയായിരുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു. ജിബ്രീലിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന, ജീവിതത്തിൽ ഒരു റമദാൻ കടന്നു വന്നിട്ട് അത് ഇസ്തിഗ്ഫാർ ചെയ്യപ്പെടാതെ, പാപങ്ങൾ പൊറുക്കപ്പെടാതെ കഴിഞ്ഞു പോയ ആളെ ഞാൻ ശപിച്ചിരിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവം നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. റമദാനെ കുറിച്ച് പറയുന്നത് തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയിട്ടാണ് റമദാൻ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തഖ്വയുള്ളവരാവുക എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇഹത്തിലെയും പരത്തിലെയും വിജയത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തഖ്വയുള്ളവരാവുക എന്നത് മാത്രമാണ്. ഇസ്ലാമിൽ ഈ ലോകത്തെ വിജയത്തിനും പരലോകത്തെ വിജയത്തിനും ഒറ്റ മാർഗമേ ഉള്ളൂ, അത് നമ്മൾ തഖ്വയുള്ളവരാവുക എന്നത് മാത്രമാണ്. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഉത്തഖുല്ലാഹ അവൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിയദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ തഖ്വയുള്ളവരാവുക. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിയദിൻ, നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോ മനുഷ്യനും ആലോചിക്കേണ്ടതുണ്ട്. നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പരലോകത്തിനു വേണ്ടി.
വരാനിരിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോ മനുഷ്യനും ആലോചിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേ ആയത്തിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി അല്ലാഹു വത്തഖുല്ലാ എന്ന് വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ തുടക്കത്തിൽ വത്തഖുല്ലാ എന്ന് പറഞ്ഞ അല്ലാഹു രണ്ടാമത് വീണ്ടും പറയുന്നു വത്തഖുല്ലാ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നമ്മളുടെ എല്ലാ അമലുകളും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു. അഥവാ തഖ്വയുള്ളവരാവുക എന്നത് മാത്രമാണ് ഇഹത്തിലെയും പരത്തിലെയും വിജയത്തിന്റെ ഏക മാനദണ്ഡം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ തന്നെ ഒരു താല്പര്യം എന്ന് പറയുന്നത് തഖ്വയുള്ളവരായി ജീവിക്കുക എന്നതാണ്. ഈ ഭൂമിയിലെ വിജയത്തിന്റെയും നാളെ പരലോകത്തെ വിജയത്തിന്റെയും മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമുക്കടുത്ത ചോദ്യം വരും, വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയം എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വിജയത്തിന് നമുക്ക് ചുറ്റും ധാരാളം നിർവചനങ്ങളുള്ള, ധാരാളം വിശദീകരണങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിത വിജയം എന്ന് പറയുന്നത് കൂടുതൽ ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടാവലാണ്, കൂടുതൽ സമ്പത്തുണ്ടാവലാണ്, കൂടുതൽ പ്രശസ്തി ഉണ്ടാവലാണ്, സമ്പത്ത് നമ്മിലേക്ക് കുമിഞ്ഞുകൂടലാണ് നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡം എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ പ്രചരിപ്പിക്കുന്ന, അങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് നാം. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത്. ഇസ്ലാം സമ്പാദിക്കുന്നതിന് വിലക്കുന്ന ഒരു മതമല്ല, ഭൗതികതയോട് വിരക്തിയുള്ള ഒരു മതവുമല്ല. മഹാനായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളെ കുറിച്ച് നമുക്കറിയാം. അതിൽ 6 പേരും അതിധനാഢ്യനായിരുന്നു എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അഥവാ സമ്പാദിക്കുന്നതിനോ ജീവിതത്തിൽ സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിനോ ഒന്നും ഇസ്ലാം വിലക്ക് ഏർപ്പെടുത്തുന്നില്ല. പക്ഷേ സമ്പത്തിനെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് സമ്പത്തിനെ കുറിച്ച് മാത്രമല്ല, നമ്മളുടെ മനുഷ്യൻ എന്ന് പറയുന്ന അസ്തിത്വത്തെ കുറിച്ച് തന്നെ നമ്മുടെ കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ്. നമ്മുടെ ശരീരത്തെ കുറിച്ച്, നമ്മളുടെ കൈ, നമ്മളുടെ കാല്, നമ്മളുടെ ജീവിതം, നമ്മളുടെ സമ്പത്ത് എന്നൊക്കെ പറയുന്നത് നമ്മുടേത് എന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടേതല്ല, അത് അള്ളാഹുവിൻ്റെതാണ് എന്നും അള്ളാഹു നമുക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഉപയോഗിക്കാൻ തന്നതാണ് എന്നതുമാണ് ഇസ്ലാമിന്റെ ജീവിതത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും ഒക്കെയുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവിന്റെ പ്രതിനിധാനമാണ് ഭൂമിയിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിന്റെ സാരം എന്ന് പറയുന്നത്. അഥവാ നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്ത്, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ കൈ, നമ്മളുടെ കാല് എന്നൊക്കെ പറയുന്നത് അള്ളാഹു നമുക്ക് നിശ്ചിത കാലയളവിലേക്ക് അള്ളാഹു പറഞ്ഞ പ്രകാരം ചെലവഴിക്കാൻ, വിനിയോഗിക്കാൻ, ഉപയോഗിക്കാൻ നമ്മെ ഏൽപ്പിച്ച ഒരു സംവിധാനത്തിന്റെ, ഒരു ഏർപ്പാടിന്റെ മാത്രം പേരാണ്. ജീവിതത്തെ കുറിച്ച് തന്നെ അങ്ങനെയാണ് ഇസ്ലാമിന്റെ സങ്കല്പം എന്ന് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾക്കാണ് ഇഹത്തിലും പരത്തിലും വിജയം എന്ന് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഭൗതികമായി നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ നമുക്ക് പരാജയം എന്ന് പലപ്പോഴും വിലയിരുത്താൻ കഴിയുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നേർക്കുനേർ പരിശോധിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ അതൊരു പരാജയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തിനു പറയുന്നു? നമ്മൾ ഇസ്ലാമിന്റെ നിർദ്ദേശപ്രകാരം ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ സാമ്പത്തികമായി നമുക്ക് ലാഭമുണ്ടാക്കാൻ കഴിയുന്ന പല അവസരങ്ങളും നമ്മുടെ മുന്നിൽ കടന്നു വന്നിട്ട് അത് ഇസ്ലാം വിലക്കുന്നത് കൊണ്ട് നമ്മൾ വേണ്ട എന്ന് വെക്കുമ്പോൾ ഭൗതികമായി നമ്മൾ ആലോചിച്ചാൽ അതൊരു പരാജയമാണ്. പക്ഷേ അള്ളാഹു അത് അങ്ങനെ കൽപ്പിച്ചത് കൊണ്ട് മാത്രം ആ സമ്പത്ത് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു. അഥവാ ഭൗതിക ലോകത്തിന്റെ ഒരു യുക്തി കൊണ്ട് ആലോചിച്ചാൽ പരാജയമെന്ന് നമുക്ക് തോന്നുന്ന പലതും യഥാർത്ഥത്തിൽ വിജയമായിട്ടാണ് നാം വിലയിരുത്തുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സമകാലികമായി തന്നെ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലേക്ക് നിങ്ങളൊന്ന് ഒരു നിമിഷം ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ 1075 കൊല്ലക്കാലമായിട്ട് തീരാ ദുരിതത്തിൽ ഈ ലോകത്തിന്റെ ഏതൊരു യുക്തി വെച്ച് ആലോചിച്ചു നോക്കിയാലും വലിയ പരാജയമാണ് അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വലിയ സൈനിക ശക്തി ആ രാജ്യത്തിന്റെ ഇട്ടാവട്ടത്തിലുള്ള വളരെ ചെറിയ ഒരു പ്രദേശത്തിന് നേരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. അവിടെ നിന്ന്
1,00,000 ആളുകൾ ഷഹാദത്ത് വരിക്കുന്നു. അവിടുത്തെ നിർമ്മിതികൾ, കെട്ടിടങ്ങളിൽ 80% കെട്ടിടങ്ങളും തകർക്കപ്പെടുന്നു. ആതുരാലയങ്ങൾ തകർക്കപ്പെടുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്നു, 1,00,000-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിന്റെ മുച്ചൂടും നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം. അതിന്റെ മറുപുറത്ത് നിൽക്കുന്നവർ ആരാണ്? ലോകത്തിന്റെ ഏറ്റവും വലിയ ആയുധശേഷിയുള്ള ആളുകൾ. അവരെ പിന്തുണക്കുന്നവരാരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ആയുധശേഷിയും സാങ്കേതിക വിദ്യയും സമ്പത്തുമുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവർക്ക് പിന്നിൽ അണിനിരക്കുന്നു. പക്ഷേ ഫലസ്തീനികളുടെ ഭാഗത്ത് നിന്ന്, ഗസക്കാരുടെ ഭാഗത്ത് നിന്ന് അവർ അതിൽ ഇന്നേ വരെ ഒരു പ്രയാസം പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഞങ്ങൾ ഇങ്ങനെ ദുരിതത്തിലായി പോയത് ഞങ്ങൾ ദീനിനു വേണ്ടി, ധർമ്മത്തിനു വേണ്ടി, ന്യായത്തിനു വേണ്ടി നിലകൊള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്നാൽ ഇത് അവസാനിപ്പിക്കുകയാണ്, ഞങ്ങൾ കീഴടങ്ങുകയാണ് എന്ന് കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ നമുക്ക് അങ്ങനെ ഒരു വർത്തമാനം അവിടെ നിന്ന് കേൾക്കാൻ കഴിയില്ല. വളർന്നു വരുന്ന ചെറിയ കുഞ്ഞുകുട്ടികൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറിയ കുട്ടിയുടെ വസീയത്തിനെ കുറിച്ച്, എനിക്ക് നൽകിയിരുന്ന, എന്റെ പിതാവ് എനിക്ക് നൽകിയിരുന്ന 50 ഷക്കൽ ഞാൻ ഷഹാദത്ത് വരിച്ചാൽ ഇന്നിന്ന എന്റെ കുടുംബക്കാർക്ക് നൽകണം, കുടുംബത്തിലെ ചെറിയ കുട്ടികൾക്ക് നൽകണം, എന്റെ കളിപ്പാട്ടങ്ങൾ ഇന്നിന്ന ആളുകൾക്ക് നൽകണം, എന്റെ കുഞ്ഞുടുപ്പുകൾ ഇന്നിന്ന ആളുകൾക്ക് നൽകണമെന്ന് വസീയത്ത് എഴുതി വെക്കുന്ന കുഞ്ഞുമക്കൾ, അവർ 5-6 വയസ്സുള്ള കുഞ്ഞുമക്കൾ ആ ഫലസ്തീനിൽ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അവർ യഥാർത്ഥത്തിൽ 1924 ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നതിന് ശേഷം ദുരിതങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയ, കഴിഞ്ഞ 75 വർഷത്തിലധികമായിട്ട് ദുരിതങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയ, 100 വർഷത്തോളമായിട്ട് ദുരിതങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയ ഒരു ജനതയാണ്. ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് 5 നേരമാണ് നമസ്കാരം, ഞങ്ങൾക്ക് 6 നേരമാണ് നമസ്കാരം എന്ന് പറയുന്ന ഒരു ഫലസ്തീൻ പെൺകുട്ടിയുടെ വീഡിയോ നമ്മൾ കണ്ടിരിക്കും. എല്ലാവർക്കും 5 നേരത്തെ നമസ്കാരം ഉള്ളതോടൊപ്പം ഞങ്ങൾക്ക് എല്ലാ ദിവസവും മയ്യത്ത് നമസ്കാരം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് 6 നേരമാണ് മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ സഹനവും പേറിക്കൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ, തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്ക് നടുവിൽ അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ച് അവർ നോമ്പ് തുറക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അഥവാ ഈ എല്ലാ ദുരിതങ്ങൾക്ക് നടുവിലും, ഈ എല്ലാ പ്രയാസങ്ങൾക്ക് നടുവിലും, എല്ലാ വീട്ടിലും ഷഹാദത്ത് വരിച്ച 1-ഓ അതിലധികമോ പേർ ആ നാടുകളിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ആഴം നമുക്ക് മനസ്സിലാവുക. നമ്മുടെ നാട്ടിലെ ഒരു ജില്ലയുടെ അത്ര പോലും വലിപ്പമില്ലാത്ത ഒരു പ്രദേശത്തെ ആകെ ചുട്ട് ചാമ്പലാക്കിയ ആ പ്രദേശത്തേക്ക് വെടിനിർത്തൽ കരാറുണ്ടായ അന്ന് തന്നെ ആളുകൾ മടങ്ങി വരുന്നത് ലോകം അത്ഭുതത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ജനതയുടെ ആത്മവിശ്വാസത്തിന്റെ പിന്നിലെ ചേതോവികാരം എന്ന് ചോദിച്ചാൽ അത് ദീനാണ്, അത് അള്ളാഹുവിലുള്ള തവക്കുൽ മാത്രമാണ്. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ആയുധ ശക്തിയെ, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യയെ, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും തവക്കുലും മാത്രമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഈ സമകാലിക ലോകത്ത് തന്നെ നമുക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഉദാഹരണങ്ങൾ എമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അഥവാ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡം എന്താണ് എന്ന് നമ്മൾ ചോദിക്കുകയുണ്ടായി. അഥവാ ഞാൻ പറഞ്ഞു വന്നത്, വിജയത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിന്റെ യുക്തിയിലൂടെ അല്ല ഇസ്ലാം ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഅഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. സൂറത്ത് ആൽ ഇംറാനിൽ 173-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നതാണ്, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ഒരു വിഭാഗം ആളുകൾ അവരോട് പറയുന്നു, ഒരു വിഭാഗം ആളുകൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു, ഫഅഖ്ശൗഹും, അവരെ നിങ്ങൾ ഭയപ്പെടണം, ഫസാദഹും ഈമാന. അങ്ങനെ വിശ്വാസികളോട് പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കെതിരെ ഒരു വലിയ വിഭാഗം ആളുകൾ സംഘടിച്ചിരിക്കുന്നു, അവരെ നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് നിങ്ങളോട് കുറച്ചാളുകൾ വന്ന് പറയുമ്പോൾ ഫസാദഹും ഈമാന, അപ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക.
ഇത് വിശ്വാസികളുടെ ലക്ഷണമാണ്. നമുക്കെതിരെ അക്രമികൾ സംഘടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പതറിപ്പോകുന്ന ആളുകളല്ല. വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്. വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അല്ലാഹു തന്നെയാണ് എന്ന് വിശ്വാസികൾ പറയും. അഥവാ തവക്കുൽ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഒരു വിശ്വാസം, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എനിക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ എല്ലാ സംഗതികളും അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന അചഞ്ചലമായ ഒരു വിശ്വാസത്തെ മുൻനിർത്തിയാണ് വിശ്വാസി അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന അതിരുകളുണ്ട്. ആദം നബി അലൈഹിസ്സലാമയെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചപ്പോൾ സ്വർഗത്തിലെ മുഴുവൻ വസ്തുക്കളും ആദമിനും ഹവ്വക്കും അനുവദിക്കപ്പെട്ടു കൊടുത്തു. പക്ഷേ വലാ തഖറബു ശജറത, ഒരു മരത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ അടുക്കരുത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. മുഴുവൻ സംഗതികളും ഹലാലാക്കി. ഭൂമിയിലും അല്ലാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. ഭൂമിയിലുള്ളത് മുഴുവൻ ഹലാലാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഹറാമാണ് എന്ന് പറയാത്ത എല്ലാം ഹലാലാണ്. അടിസ്ഥാനം ഹലാലാണ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, അഥവാ ഭൂമിയിലുള്ള മുഴുവൻ സംഗതികളും മുഴുവൻ വസ്തുക്കളും മനുഷ്യന് വേണ്ടിയാണ് ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ അല്ലാഹു ചില നിയന്ത്രണങ്ങൾ വെക്കുകയാണ്. മനുഷ്യന്റെ ജീവിതത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തെ സ്വസ്ഥവും വളരെ സ്വാഭാവികമായും വളരെ നന്നായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലാഹു ചില ക്രമീകരണങ്ങൾ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. ആ ക്രമീകരണങ്ങളുടെ പേരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പരിധികൾ എന്ന് പറയുന്നത്, ഹുദൂദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പരിധികളെ കുറിച്ചാണ് നാം പറയുന്നത്. എല്ലാം ഹലാലായ ഈ ലോകത്ത് ചില പരിധികൾ നിശ്ചയിക്കുകയും ആ പരിധികൾക്കകത്ത് നിന്ന് ജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഈ പരിധികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യമാണ്. പരിധികളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഒരു സിവിലൈസ്ഡ് ആയ ഒരു സൊസൈറ്റിയുടെ ലക്ഷണമല്ല. നമുക്ക് നമ്മുടെ റോഡിലൂടെ പരസ്പരം കൂട്ടിയിടിക്കാതെ വണ്ടി ഓടിക്കാൻ കഴിയുന്നത് റോഡിൽ ചില നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് കളിക്കളത്തിൽ സുഗമമായി കളിക്കാൻ കഴിയുന്നത് കളിക്കളത്തിനകത്ത് ചില നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ലോകവും ജീവിതവും എന്ന് പറയുന്നത്. അത് ചില പരിധികൾക്കകത്ത്, നിയമങ്ങൾക്കകത്ത് സംവിധാനിക്കുമ്പോഴാണ് അത് മനോഹരമാവുന്നത്. അഥവാ ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന പരിധികൾ എന്ന് പറയുന്നത് ജീവിതത്തെ മനോഹരമായി മുന്നോട്ട് നയിക്കാനുള്ളതാണ്. ആധുനികമായി നമുക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പരിധികളില്ലാത്ത ആസ്വാദനത്തിന്റെ, പരിധികളില്ലാത്ത ജീവിതത്തെ, ത്രസിപ്പിക്കുന്ന ജീവിതത്തെ നമുക്കിടയിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, പരിധികളുള്ള ജീവിതമാണ് സൗന്ദര്യമുള്ള ജീവിതം എന്നാണ് ഇസ്ലാം പറയുന്നത് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. പരിധികളുള്ള ജീവിതത്തിനാണ് സൗന്ദര്യമുള്ളത് എന്നത് ലോകത്തിന്റെ ഏതൊരു യുക്തി വെച്ച് ആലോചിച്ചാലും നമുക്ക് കാണാൻ കഴിയും. ആധുനികതയുടെ യുക്തി വെച്ച് ആലോചിച്ചാലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പരിധികളില്ലാത്ത ജീവിതത്തെ വ്യക്തിയാസ്വാദനത്തിന്റെ തുറന്നിട്ട ലോകത്തേക്ക് ആളുകളെ നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരം ആളുകളെ കുറിച്ച്, സ്വന്തം ആത്മാവിന് കീഴടങ്ങിയ, ഹവൻ നഫ്സിന് കീഴടങ്ങിയ ആളുകളെ കുറിച്ച്, അതിന് ഇലാഹാക്കിയ ആളുകളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അഥവാ സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയ ആളുകളെ നിങ്ങൾ കണ്ടുവോ? അഥവാ എന്റെ മനസ്സിന് എന്താണോ തോന്നിയത് അതുപോലെ ജീവിക്കുന്ന ആളുകൾ, അവരുടെ ഇലാഹാരാണ് എന്ന് ചോദിച്ചാൽ അവന്റെ തന്നെ സ്വന്തം ആത്മാവാണ്. അത്തരം ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവരുടെ ഇലാഹ് അവരുടെ ആത്മാവ് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഇലാഹ് എന്ന് പറയുന്നത് അത് സൃഷ്ടാവാണ് എന്നതാണ് സങ്കല്പം. യഥാർത്ഥത്തിൽ ഈ ജീവിത വീക്ഷണമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, ഈ ജീവിത വീക്ഷണമാണ് സമകാലികമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിധികൾ അംഗീകരിച്ചുകൊണ്ട് അതിനകത്ത് നിന്ന് ജീവിക്കാൻ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയത്തിനനുസൃതമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഫലപ്രാപ്തിയിലെത്തുന്നത്, നമ്മുടെ ജീവിതം ഇഹത്തിലും പരത്തിലും വിജയകരമായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ഇഹത്തിലും പരത്തിലുമുള്ള വിജയകരമായ ജീവിതത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് റമദാൻ ആണ്. ഈ റമദാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കാനും
ആ തഖ്വ വഴി നമ്മുടെ ഇഹപര വിജയങ്ങൾ ഉറപ്പുവരുത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.